ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴീക്കോടൻ നീതിബോധത്തിന്റെ രക്തസാക്ഷ്യം. രക്തസാക്ഷ്യം അഴീക്കോടൻ. ഭാഗം 8. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ തൊഴിലാളി വർഗത്തിന്റെ സമുന്നത നേതാവ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും ഐക്യമുന്നണി ഏകോപന സമിതി കൺവീനറുമായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതവും പോരാട്ടങ്ങളും രക്തസാക്ഷിത്വവുമാണ് ഇത്തവണ ചെഞ്ചോര പൂവുകളിൽ. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതരുത്. ഇവന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒന്നിനെയും ബാക്കി വെച്ചേക്കില്ല. പോയി കരുണാകരനോട് പറഞ്ഞേക്ക്, അഴീക്കോടനാ പറയുന്നത്. നവാബ് രാജേന്ദ്രനുമായി അവർ അഴീക്കോടന്റെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് അതിക്രൂരമായ മർദ്ദനമായിരുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് തുടങ്ങിയ മർദ്ദനമുറകൾ തൃശൂർ വരെ നീണ്ടുനിന്നു. തൃശൂരിൽ വെച്ച് ജയറാം പടിക്കൽ തന്നെ മർദ്ദനം നേരിട്ട് നടത്തി. പടിക്കലിൻ്റെ അടിയേറ്റ് രാജേന്ദ്രൻ്റെ മുൻവരിയിലെ പല്ലുകൾ 2 കൊഴിഞ്ഞു വീണു. മെയ് 11 രാജേന്ദ്രനെ കൊച്ചിയിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി. അഡ്വക്കേറ്റ് വീരചന്ദ്രമേനോൻ വന്ന് ജാമ്യത്തിലിറക്കി. തട്ടിൽ എസ്റ്റേറ്റ് അഴിമതിയിൽ ആഭ്യന്തരമന്ത്രി K. കരുണാകരന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന നവാബ് പ്രസിദ്ധീകരിച്ച കത്തിന്റെ ഒറിജിനൽ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ജയറാം പടിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദേശാഭിമാനിയിൽ പട്ടുവൻ രാഘവൻ രാജേന്ദ്രനെ കണ്ണൂരിലെത്തിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു. 14 പുറത്തിറങ്ങിയ ദ ഹിന്ദുവിൽ E.K. ജോസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. 1972 സെപ്റ്റംബർ 23 സഖാവ് അഴീക്കോടൻ കൊല ചെയ്യപ്പെടുന്നത്. സഖാവ് KSRTCയിൽ വന്നിറങ്ങി ചെട്ടിയങ്ങാടി വഴി കിഴക്കോട്ട് നടക്കുകയായിരുന്നു. പ്രീമിയർ ലോഡ്ജിലേക്കാണ്. അദ്ദേഹം തൃശ്ശൂർ വരുന്ന സന്ദർഭത്തിൽ സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യാറുള്ള ഒരു ലോഡ്ജാണ് പ്രീമിയർ ലോഡ്ജ്. അന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നത്തെ മാതിരി താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് പടിഞ്ഞാറക്കോട്ടയിലെ ഒരു വാടക കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രീമിയർ ലോഡ്ജിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അഴീക്കോടൻ സംസ്ഥാന ഐക്യമുന്നണിയുടെ കൺവീനറായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. വിവിധ ട്രേഡ് യൂണിയനുകളിലും ബഹുജന പ്രസ്ഥാനങ്ങളിലും വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സംസ്ഥാന നിലവാരത്തിലുള്ള നേതാവിനെ വധിച്ചത് തൃശ്ശൂർ ജില്ലക്കകത്തും സമീപ പ്രദേശങ്ങളിൽ സംസ്ഥാനത്താകെ ഒരു ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അഴീക്കോടൻ നമ്മുടെ ജില്ലക്കകത്ത് സുപരിചിതനാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പട്ടണത്തിൻ്റെ മുക്കിലും മൂലയിലും അറിയാം. അദ്ദേഹത്തിന് ഇവിടെ വിപുലമായി ബന്ധങ്ങളുണ്ട്. ജില്ലക്കകത്തുള്ള ഓരോ പാർട്ടി സഖാക്കളെയും പഠിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആര്യൻ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഈ കൊലപാതകം നടത്തിയത്. ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആര്യനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകളും കൂടിയിട്ടാണ് ഈ ആക്രമണം സംഘടിപ്പിച്ചത്. ഇതിൽ പല ആളുകളുമാണ് അതിൽ പ്രതികളായിട്ട് വന്നതും. കേവലം അവർക്ക് മാത്രമായിട്ടേ ചെയ്യാൻ കഴിയില്ല. ആഭ്യന്തരമന്ത്രി കരുണാകരനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാം ഒത്താശയും സഹായവും പിന്തുണയെല്ലാം ആ കാര്യങ്ങളിൽ ഉണ്ട്. ഈ അഴീക്കോടിനെ കൊന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂർ ജില്ല തുറന്ന് സ്തംഭിച്ചു. അഴീക്കോടിനോ സംസ്ഥാന നേതൃത്വത്തിലോ സഹാക്കളോ ഇവിടെ വരുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ പാർട്ടി DC ഓഫീസിലേക്ക് വിളിച്ചു പറയാറുണ്ട്.
അന്നേ ദിവസം അതുണ്ടായില്ല. ഒരുപക്ഷെ പെട്ടെന്ന് വേറൊരു സാഹചര്യം വന്നപ്പോൾ സാധിക്കാതായിരിക്കും. ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നായിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ അഴീക്കോടൻ തന്നെ വിളിച്ച് DC ഓഫീസിൽ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനാവശ്യമായ ഒരു തയ്യാറെടുപ്പെടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകാൻ, ഇത്രയും വലിയൊരു നേതാവിന് പോകാൻ ഒരു സ്ഥിതി നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നടക്കാൻ പോലും വയ്യാത്ത വിധം മർദ്ദനമേറ്റ അവശനായിരുന്നു രാജേന്ദ്രൻ. തൃശൂർ നഴ്സിംഗ് ഹോമിൽ രാജേന്ദ്രനെ അഡ്മിറ്റ് ചെയ്തു. മൊറാർജി ദേശായി, രവീന്ദ്രവർമ്മ, കെ ശങ്കരനാരായണൻ എന്നിവർ രാജേന്ദ്രനെ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു. AKGയും അഴീക്കോടനും MP വീരേന്ദ്രകുമാറും ആശുപത്രിയിലെത്തി. ഇതുവരെ കസ്റ്റഡിയിലുണ്ടായ അനുഭവങ്ങൾ വിവരിച്ച് EMSനൊരു കത്ത് കൊടുക്കുവാൻ AKGയും അഴീക്കോടനും രാജേന്ദ്രനെ ഉപദേശിച്ചു. രാജേന്ദ്രന്റെ കത്ത് EMS ഒരു കവറിംഗ് ലെറ്ററോടെ ഇന്ദിരാഗാന്ധിക്ക് അയച്ചു. AKGയും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് വേറൊരു കത്തയച്ചു. അന്വേഷണത്തിന് ഉത്തരവിട്ടതായി 72 ജൂൺ 6-ന് AKGക്ക് ഇന്ദിരാഗാന്ധി മറുപടി നൽകി. നവാബ് വാരികയിൽ വന്ന കത്ത് അപകീർത്തികരമാണെന്ന് കാണിച്ച് കരുണാകരന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് CK ഗോവിന്ദൻ തൃശൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 1972 സെപ്റ്റംബർ 25-ന് കത്തിന്റെ ഒറിജിനൽ ഹാജരാക്കണമെന്ന് മജിസ്ട്രേറ്റ് B മാധവ മേനോൻ ഉത്തരവിട്ടു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാർട്ടി നേതാവായിരുന്നു അഴീക്കോടൻ. ശത്രുക്കളോട് പോലും ചിരിച്ചുകൊണ്ട് മാത്രം ഇടപഴകുന്ന അഴീക്കോടനെയാണ് കേരളം പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത നടപടിയായിരുന്നു ഇത്. അഴീക്കോടനെ നഷ്ടപ്പെടേണ്ടി വന്നതിന് ശേഷമുള്ള വർഷങ്ങൾ പരിശോധിച്ചാൽ പാർട്ടി ഈ കനത്ത നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ അഴീക്കോടൻ്റെ സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ പിന്തുടർന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനം കേരളത്തിൽ നടത്തുകയും കൂടുതൽ ശക്തിയോടെ ശത്രുക്കളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പാർട്ടി കരുത്തു നേടുകയും ചെയ്തു എന്നതാണ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അഴീക്കോടൻ്റെ മരണം അന്നത്തെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് CH, അന്ന് അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. ആ വിലാപയാത്ര ആശുപത്രിയിൽ നിന്ന് പോകുന്നത് കണ്ട അദ്ദേഹത്തിന് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അഴീക്കോടൻ്റെ കൊലപാതകം, തൻ്റെ സ്വന്തം സഖാവിൻ്റെ വിയോഗം സൃഷ്ടിച്ച ആഘാതം ലോകത്തിൽ നിന്നും മോചനം നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സഖാവ് CHനെയും എത്തിക്കുകയായിരുന്നു. അഴീക്കോടൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഇതുകൂടി മനസ്സിലൂടെ കടന്നു പോവുകയാണ്. 63-ൽ വന്ന് 9 കൊല്ലം അവിടെ താമസിച്ചിരുന്നു വാടകയ്ക്ക്. അപ്പോൾ 72-ലാണ് ഈ സംഭവം ഉണ്ടായത്. ഇളയ മകനെ അവിടെ വെച്ച് പ്രസവിച്ച് അവനന്ന് 4 വയസ്സായിട്ടില്ല. മോനെ അരിയിലെഴുതുമ്പം ഉടുപ്പിക്കണമെന്ന് മറ്റ് ഒരു കസവിൻ്റെ മുണ്ടും വാങ്ങിയിട്ടായിരുന്നു അച്ഛൻ ഒടുവിലായിട്ട് വന്നത്. മോനെ അരിയിലെരിക്കാനും പറ്റിയില്ല. അതിന് മുമ്പ് തന്നെയാണ് സംഭവം. ആ ബിൽഡിങ്ങിൻ്റെ ഓണർ എപ്പോഴും ആ വീട് ഒഴിഞ്ഞായിരുന്നെന്ന് പറയും. വന്നിട്ട് നിങ്ങൾ വേറെ നോക്കണം എന്ന് പറയും. അപ്പോൾ ഇവരെപ്പോഴാണ് വരിക നോക്കിയിട്ടായിരിക്കും അയാൾ വരിക. ദിവസം വന്നാൽ അതൊക്കെ വല്ലാതെ വിഷമാവും. എപ്പോഴും അയാൾ ഒഴിഞ്ഞേട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ സഖാക്കളെല്ലാം കൂടി ആലോചിച്ചിട്ട് ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച്, അന്ന് ഇവരുള്ള കാലത്ത് തന്നെ അത് സ്ഥലം വാങ്ങിയിരുന്നു. പക്ഷേ അതിൽ വീട്ടിൻ്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. ആ സ്ഥലം വാങ്ങിയത് തന്നെ എൻ്റെ കയ്യിൽ പൈസയൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അന്ന് നമ്മൾ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയ പോത്തൂടി രാഘവൻ എന്ന് പറയും. അപ്പം അന്ന് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന ദിവസം കാലത്ത് അയാൾ ഇതിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ കൊടുത്താണെന്നും പറഞ്ഞ് ഒരു ടവൽ നിറയെ കുറേ സ്വർണ്ണാഭരണങ്ങൾ, അവരുടെ മാല, വള ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് നടന്നോ, ഞാൻ ഇത് ബാങ്കിൽ വെച്ചിട്ട് പൈസയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇവരന്ന് സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. അവരെ ഏർപ്പാടാക്കിയതാണ്. അങ്ങനെ
പൈസയും കൊണ്ട് അവിടെ വന്ന് ഈ പറമ്പ് എടുത്ത് അവർ പള്ളിക്കുന്ന് നമ്മുടെ വീടിപ്പോൾ സ്ഥലത്ത് അടുത്ത് തന്നെയാണ്. കൗസല്യ എന്നാണ് അവരുടെ പേര്. എത്ര പവനാന്ന് എനിക്ക് പറയല്ലോ. ഒരു ടൗവിൽ നിറയെ ആഭരണങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ആ സ്ഥലം എടുക്കാൻ പൈസ ഉണ്ടായത്. ഒരു ദിവസം ഇവർ തറ വന്ന് കണ്ടിരുന്നു. അത്രയേ ഉള്ളൂ. 71 സെപ്റ്റംബർ 7 ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ആ വീടെടുത്തത്. പിന്നെ അവരാണ് പിന്നെ എല്ലാ കാര്യവും ചെയ്തത്. അഴിമതിക്കാർക്ക് എന്നും പേടി സ്വപ്നമായിരുന്നു സഖാവ് അഴീക്കോടൻ. അഴിമതിക്കെതിരായ ആ നിരന്തരമായ പോരാട്ടമാണ് സഖാവ് അഴീക്കോടന്റെ കൊലപാതകത്തിനും വഴിമരുന്നിട്ടത്. 1972 സെപ്റ്റംബർ 15 അഴീക്കോടൻ ഒരു പത്രസമ്മേളനം നടത്തി. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാനുള്ളത് കൊണ്ടാണ് നിങ്ങളെ പത്രക്കാരെയെല്ലാം ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ചുരുളിലെ പത്രക്കാരെയൊക്കെ എനിക്ക് നേരിട്ടറിയാം. എന്നാലും പുതിയ ചെറുപ്പക്കാരുണ്ടാവുമല്ലോ. ഞാൻ അഴീക്കോടൻ രാഘവൻ. ഒന്ന് ചോദിച്ചോട്ടോ സഖാവേ, സഖാവിനെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല, സഖാവ് CH കണാരൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ചുമതല ഞാൻ വഹിക്കുന്നുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ തൃശ്ശൂരിലെ കാർഷിക സർവകലാശാലയ്ക്ക് വേണ്ടി തട്ടിൽ റബ്ബർ എസ്റ്റേറ്റിൻ്റെ 936 ഏക്കർ ഭൂമി അക്വയർ ചെയ്യാൻ അച്യുതമേനോൻ മന്ത്രിസഭ തീരുമാനമെടുത്തു. അതിൽ അഴിമതിയുണ്ടെന്നും ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നും നിങ്ങളുടെ സഹപ്രവർത്തകൻ TA രാജേന്ദ്രൻ 1972 ഏപ്രിൽ 1 പുറത്തിറങ്ങിയ അയാളുടെ നവാബിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. കരുണാകരൻ്റെ PA CK ഗോവിന്ദൻ തട്ടിൻ്റെ സ്റ്റേറ്റ് മാനേജർ VP ജോണിന് അയച്ച ഒരു കത്ത്, അതായത് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് MV അബൂബക്കറിന് 15,000 രൂപ കൊടുക്കണം എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു. അതാണ് കത്ത്. അത് നവാബിൽ പ്രസിദ്ധീകരിച്ചു. രാജേന്ദ്രൻ നമ്മുടെ പയ്യന്നൂരിലെ KV കുഞ്ഞാപ്പുകളുടെ മകനാണ്. അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ഈ കത്തിൻ്റെ ഒറിജിനൽ കിട്ടുന്നതിന് വേണ്ടി പലതവണ രാജേന്ദ്രനെ തല്ലിച്ചതച്ചു. എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കെ കരുണാകരൻ്റെ PA CK ഗോവിന്ദൻ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ മജിസ്ട്രേറ്റ് B മാധവമേനോൻ സെപ്റ്റംബർ 25 മുമ്പായി കത്തിൻ്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 15, അതെ 10 ദിവസം. ഈ സെപ്റ്റംബർ 25 മുമ്പായി ആ കത്ത്, അതായത് അഴിമതിയുടെ സ്വയം സംസാരിക്കുന്ന തെളിവ്, ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അതോടെ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ബിംബമുണ്ടല്ലോ, അത് ഈ കേരളത്തിൻ്റെ പൊടിമണ്ണിൽ തകർന്ന് പൊടിയും. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. 1972 സെപ്റ്റംബർ 23 രാത്രി 9:50 ഒറ്റയ്ക്ക് ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ തൃശൂർ ചെട്ടിയങ്ങാടി തെരുവിൽ വെച്ച് ഒരു കൂട്ടം രാഷ്ട്രീയ ശത്രുക്കൾ ചേർന്ന് കഠാര കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ സഖാവ് അഴീക്കോടൻ രാഘവന്റെ ജീവിതകഥ ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്ത ഞായറാഴ്ച രാത്രി 7:30 ചെഞ്ചോരപ്പൂവുകൾ വീണ്ടും എത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. tvIntimate@gmail.com